ഏത് വന്യമൃഗം വന്നാലും വയനാടൻ ജനത അതിനെ നേരിടുമെന്ന് രാഹുൽ ഗാന്ധിയെ പരാമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ആനയെയും കടുവയെയും വരെ നേരിടുന്നവരാണ് വയനാട്ടുകാർ. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്ന ആർക്കും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ലെന്നും കാനം 24-നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായ ഈ ഘട്ടത്തിൽ ശ്രീ കാനം രാജേന്ദ്രൻ നമ്മളോടൊപ്പം സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. വയനാട്ടിലെ ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഇപ്പുറത്ത് സ്ഥാനാർത്ഥി. CPI സ്ഥാനാർത്ഥിയെ അപ്പോഴും പിൻവലിക്കാതെ നമ്മൾ നിലനിർത്തി. ഇപ്പോഴും അദ്ദേഹം നാളെ നോമിനേഷൻ നൽകാനെത്തും. ആ ഘട്ടത്തിൽ പോലും ഒരു ആത്മവിശ്വാസക്കുറവും താങ്കൾ പ്രകടിപ്പിക്കുന്നില്ല. അത്രമേൽ ശക്തനാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് കരുതുന്നത്. LDFിൻ്റെ കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളും ഏതു പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നില്ലേ? ഇവിടെ പുലി വന്നു, കടുവ വന്നു, ആന ഇറങ്ങുന്നു. കൃഷിക്കാരൻ ഇവിടുന്ന് താമസം മാറ്റി പോയിട്ടില്ലല്ലോ. അവരതിനെ ചെറുക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയല്ല, ഏത് വന്യമൃഗം വന്നാലും അതിനെ ചെറുക്കാനുള്ള കഴിവ് വയനാട്ടിലെ സാധാരണ ജനങ്ങൾക്കുണ്ട്. നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമേ ഇപ്പോൾ ഈ വയനാട്ടിലെ ഒരു നിഷ്പക്ഷനായ ഒരു വോട്ടർക്ക് ഒരുപക്ഷെ ഭാവിയിൽ പ്രധാനമന്ത്രി ആയേക്കാവുന്ന ഒരാളെന്നൊക്കെയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് വോട്ട് ചെയ്യണം എന്ന് നിഷ്പക്ഷനായ ഒരു വോട്ടർക്ക് തോന്നിയാൽ അതിന് നമുക്ക് തെറ്റു പറയാനായില്ലല്ലോ. അത് ആ വോട്ടർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അത്ര ഗൗരവമായിട്ട് കാണുന്ന ആളായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനൊരു നിലപാടെടുക്കുന്നത്. ഇവിടെ ഒരിക്കലും പ്രധാനമന്ത്രിമാരെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടാറില്ല. ഇവിടെ MP-മാരെ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുന്നു.